സാർ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നേരത്തെ 1 മണിക്കൂർ മുമ്പ് പുറപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്നാണ് ജെയിംസ് സാർ. ഇന്നലെ അത്യാവശ്യമായിട്ടൊരു ഔദ്യോഗിക കാര്യത്തിന് തന്നെ പോയിരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ അവിടെ നിന്നാണ്. അപ്പം ജെയിംസ് സാർ ചേരുന്നുണ്ട് അല്ലേ? അതെ. ജെയിംസ്, വെരി ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് നിന്നാണ് അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടു എന്നൊക്കെ പ്രേക്ഷകർ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഗസയിലെയും റഫയിലെയും ഒക്കെ അവസ്ഥ ഗുഡ് മോർണിംഗ് സ്മിത. ഗസയിലെയും റഫയിലെയും ഒക്കെ അവസ്ഥ വളരെ പരിതാപകരമാണല്ലോ. അതേപോലെ തന്നെ വളരെ നാളുകൾക്ക് ശേഷം ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പേര് സജീവമായി വാർത്തകളിൽ ഇടപെടിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ. യെസ് ക്രിസ്റ്റീന, ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്നതിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വടക്കൻ ഗസയിൽ 7 മാസം മുൻപ് യുദ്ധം തുടങ്ങി വെച്ച് തന്നെ വടക്കൻ ഗസയിൽ നിന്നാണ് ഇസ്രായേൽ സൈന്യം. അതുകൊണ്ട് വടക്കൻ ഗസയിൽ നിന്ന് എല്ലാവരോടും തെക്കൻ ഗസയിലേക്ക് ഓടിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു. അതുകൊണ്ട് വടക്കൻ ഗസയിലും അൽ-ഷിഫ ആശുപത്രി, അവിടുത്തെ ഏറ്റവും വലിയ ആശുപത്രിക്ക് നേരെയുമാണ് ആക്രമണങ്ങൾ വളരെ ശക്തമായിട്ട് നടന്നത്. അതേ തുടർന്ന് വടക്കൻ ഗസയിൽ നിന്ന് ജനങ്ങളൊക്കെ ഒഴിഞ്ഞുപോയി. അവസാനം ഏതാനും മാസം കഴിഞ്ഞപ്പോൾ വടക്കൻ ഗസയിലെ ഓപ്പറേഷൻ പൂർത്തിയായി അവിടെ ഹമാസിനെ തോൽപ്പിച്ചു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. ഇപ്പോൾ വീണ്ടും വടക്കൻ ഗസയിൽ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. ഹമാസ് വീണ്ടും അവിടെ സംഘടിപ്പിച്ചു എന്നുള്ള വാർത്തകൾ കൂടിയാണ് വരുന്നത്. ഇസ്രായേല് റഫയിൽ മാത്രമല്ല വടക്കൻ ഗസയിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്ന വാർത്ത വരുന്നെന്ന് മാത്രമല്ല, റഫ ഈജിപ്ഷ്യൻ അതിർത്തിയിൽ കഴിയുന്ന ഗസയിലെ നഗരമാണ്. അവിടെ 15 ലക്ഷത്തോളം പേരുണ്ട്. അതിൽ 10 ലക്ഷം പേർ അഭയാർത്ഥികളാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അവസാനത്തെ അഭയകേന്ദ്രമായിട്ട് അവർ റഫയിലെത്തിയതാണ്. പക്ഷെ കിഴക്കൻ റഫയിൽ ഇസ്രായേലി ടാങ്കുകൾ ഇരച്ചു കയറുകയും അവരുടെ ബോംബർ വിമാനങ്ങൾ ബോംബിടുകയും ചെയ്തതോടെ ജനങ്ങൾ പലായനം ചെയ്യുകയാണ്. ശ്വാസം മുട്ടിയ പോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട്. എന്തൊരു സങ്കടകരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അവിടെ 3 ലക്ഷത്തോളം പേർ പലായനം ചെയ്തു എന്ന വാർത്ത വരുന്നു. അതിനെതിരെ ഇസ്രായേലിൻ്റെ നടപടിക്കെതിരെ ലോകരാജ്യങ്ങൾ മുഴുവൻ പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള മന്ത്രിസഭയ്ക്കൊന്നും യാതൊരു കൂസലുമില്ല. അവർ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വേറെ വഴിയില്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഹമാസുമായി രൂക്ഷമായ പോരാട്ടം നടക്കുന്നുണ്ട്. ഇതിനിടയിൽ നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു. ഇതിനിടയിൽ ഈജിപ്ത് മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന അയൽരാജ്യമായ ഈജിപ്ത് കൂടി ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസ് കൊടുക്കാൻ ഹിജ്ജറുടെ കൊലപാതകത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൂടി പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയിലേക്ക് ഇനി പോകാമെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും സ്മിത, ഖാലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജാറിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് കാനഡയിലെ വാൻകൂവറിൽ നിന്ന് 30 കിലോമീറ്റർ മാറി സറേ എന്ന പഞ്ചാബികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ഗുരുദ്വാരയുടെ സമീപം നിജാറിനു നേരെ ഒരു വാഹനത്തിൽ വന്ന 3 പേർ വെടിയുതിർക്കുകയായിരുന്നു. അദ്ദേഹം തൽക്ഷണം കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ജൂൺ 18-നായിരുന്നു കൊലപാതകം. ഇതേ തുടർന്ന് നിജാറിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നുള്ള ആരോപണവുമായി പാർലമെൻറ്റിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ സംസാരിച്ചിരുന്നു. ഇതിനെതിരെ ഇന്ത്യ അതിശക്തമായി പ്രതിഷേധിക്കുകയും കാനഡയുടെ പ്രധാനപ്പെട്ട നയതന്ത്ര പ്രതിനിധികളെ ഏതാണ്ട് പുറത്താക്കുന്ന രീതിയിൽ തന്നെ തിരിച്ച് വിളിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത് തിരിച്ചയച്ചിരുന്നു. എന്തായാലും കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഇന്ത്യക്കാരനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നിജാർ കൊലപാതക കേസിൽ അമൻദീപ് സിംഗ് എന്ന ആളെയാണ്, 22-കാരനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കാനഡയിൽ നിന്ന് തന്നെയാണ്. അദ്ദേഹം താൽക്കാലിക വിസയിൽ കാനഡയിൽ പോയതാണെന്ന് പറയുന്നു. നേരത്തെ കരൺ പ്രീത് സിംഗിനെയും അതുപോലെ തന്നെ കമൽ പ്രീത് സിംഗിനെയും കരൺ ബ്രാറിനെയും 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. 4ാമത്തെ അറസ്റ്റാണ് ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്യുന്നത്. അവർ 4 പേർ ചേർന്നാണ് ഇദ്ദേഹത്തെ നിജാറിനെ കൊലപ്പെടുത്തിയതെന്ന് കാനഡ സർക്കാർ പറയുന്നു. ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് പരിശോധിക്കുന്നു എന്ന് പറയുന്നു. ഇതുവരെ ഒരു തരത്തിലുള്ള തെളിവും ഇന്ത്യയുടെ പങ്കിനെ കുറിച്ച് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിശക്തമായ ഭാഷയിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കാനഡയോട് പറഞ്ഞത്, ഇന്ത്യയെ എതിർക്കുന്ന ഖാലിസ്ഥാൻവാദികളുടെയും നേതാക്കളെയും അഭയകേന്ദ്രമായി കാനഡ മാറുന്നു. ഇത് പറയുമ്പോൾ ഇതിനെതിരെ നടപടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നില്ലെന്ന് മാത്രമല്ല, യഥാർത്ഥ നീതിക്ക് പകരം വോട്ട് ബാങ്കിൻ്റെ പിറകെയാണ് കനേഡിയൻ സർക്കാർ പോകുന്നതെന്ന ആരോപണം കൂടി ഇന്ത്യ ഉന്നയിച്ചിരിക്കുന്നു. ഇതോടുകൂടി ഇന്ത്യ കാനഡ ബന്ധം കൂടുതൽ വഷളായി. 18 ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ അവിടെയുണ്ട്. അതിൽ ഭൂരിപക്ഷം പേരും
ഇവിടുന്ന് പോയ വിദ്യാർത്ഥികളും തുടർന്ന് അവരവിടെ ജോലി നേടിയവരുമാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ 5.5 ലക്ഷം ഓരോ വർഷം അവിടെ ചെല്ലുന്നുവെന്നാണ് കണക്ക്. റഷ്യയിലെ പ്രതിരോധ മന്ത്രി സെർജി ഷെയ്ഗുവിനെ മാറ്റി, പക്ഷെ അദ്ദേഹത്തിന് കൂടുതൽ ഉയർന്ന ഒരു പദവി നൽകാനാണ് പുടിന്റെ തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു 9 ഗ്രാമങ്ങൾ റഷ്യ പിടിച്ചെടുത്തു യുക്രൈനിൽ നിന്നെന്ന വാർത്തയും വരുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, ഈ റഷ്യ ഉക്രൈനിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഖാർക്കീവ് യുക്രൈൻ്റെ 2ാമത്തെ വലിയ നഗരമാണ്. ആ നഗരം പിടിച്ചെടുക്കാൻ യുദ്ധത്തിൻ്റെ ആദ്യകാലത്ത് തന്നെ 2022 ഫെബ്രുവരി 24 യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ കീവും ഖാർക്കീവും പിടിച്ചെടുക്കാനാണ് റഷ്യ ശ്രമിച്ചത്. ഏതാണ്ട് അതിൻ്റെ അടുത്തെത്തിയതാണ്. പക്ഷേ ഉക്രൈൻ സേന അതിശക്തമായി തിരിച്ചടിച്ച് റഷ്യയെ തുരത്തുകയായിരുന്നു. പ്രത്യേകിച്ച് റഷ്യയുടെ അതിർത്തിയിൽ കിടക്കുന്ന ഒരു നഗരം കൂടിയാണ് ഖാർക്കീവ്. ഖാർക്കീവിലേക്ക് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അയച്ചുവിടുന്നു. അവിടുത്തെ 9 ഗ്രാമങ്ങൾ റഷ്യ പിടിച്ചെടുത്തു എന്ന വാർത്ത വരുന്നു. അതിനിടയിലാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത. യുദ്ധം തുടങ്ങുമ്പോൾ ഒരുപക്ഷെ റഷ്യയുടെ ഈ പ്രതിരോധത്തെ അല്ലെങ്കിൽ സൈന്യത്തെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന പുടിൻ്റെ വലങ്കൈ സെർഗി ഷോയ്ഗുവിനെ പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നുവെന്ന വാർത്ത വരുന്നു. ഷോയ്ഗു യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു മിലിറ്ററിയിൽ നിന്ന് അല്ലെങ്കിൽ സൈന്യത്തിൽ നിന്ന് വരുന്ന ആളല്ല, പുറത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. വളരെ പെട്ടെന്നാണ് ഷോയ്ഗുവിനെ ഡിഫൻസ് മിനിസ്റ്ററായി കൊണ്ടുവരികയും ഉക്രൈൻ യുദ്ധത്തിന് നേതൃത്വം നൽകാൻ നിയോഗിക്കുകയും ചെയ്തത്. അദ്ദേഹം പ്രത്യേകിച്ച് പുടിൻ്റെ വേറൊരു വലങ്കൈയായിരുന്ന വാഗ്നർ ഗ്രൂപ്പിൻ്റെ തലവൻ പ്രഗോഷിനുമായിട്ട് വലിയ അടി നടന്നതാണ്. അതിൻ്റെ പേരിൽ പ്രഗോഷിൻ പുടിനെതിരെ വരെ തിരികുകയും ചെയ്തു. ഒരു തരത്തിലൊരു കലാപം അഴിച്ചുവിട്ടു. പിന്നീട് സംശയകരമായ സാഹചര്യത്തിൽ വിമാനം തകർന്ന് പ്രഗോഷിൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഏതായാലും അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞ പോലെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് ഉയർച്ചയാണെന്ന് പറയാമെങ്കിലും പ്രതിരോധ മന്ത്രി സ്ഥാനത്ത് മാറ്റാൻ കാരണം റഷ്യക്ക് 2 വർഷവും 3 മാസവും കഴിഞ്ഞിട്ടും ഉക്രൈൻ യുദ്ധം വിജയിക്കാൻ കഴിയുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഖാർക്കീവിൽ നടക്കുന്ന ആക്രമണത്തിന് എതിരായിട്ട് ഉക്രൈൻ സേന റഷ്യയുടെ അതിർത്തിയിൽ കയറി അവിടുത്തെ ബെൽഗോ റോഡ് എന്ന നഗരത്തിൽ വൻ ആക്രമണം നടത്തിയിരിക്കുന്നു. 10ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. റഷ്യക്ക് വലിയ തിരിച്ചടിയാണിത്. എന്നാലും റഷ്യ കരയുദ്ധത്തിൽ ഉക്രൈനിൽ മുന്നേറുകയാണ്. സ്മിത, ക്രിസ്റ്റീന. ജെയിംസ് സാറേ, വളരെ പെട്ടെന്ന് ഒരു ചോദ്യം നമ്മുടെ ഒരു പ്രേക്ഷകൻ ആർ പരമേശ്വരൻ പിള്ള ചോദിക്കുന്നു. ഇന്ത്യ കാനഡ ബന്ധം വഷളായാൽ നമ്മുടെ കുട്ടികൾക്ക് പ്രശ്നമാകുമോ? ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണ്, ഉത്തരം പ്രതീക്ഷിക്കുന്നു. വളരെ പെട്ടെന്ന് അതിനൊരു മറുപടി പറയാമോ ജെയിംസ് സാർ? ഒരു തരത്തിലും ഇന്ത്യ കാനഡ ബന്ധം വഷളാവുന്നത് ഇന്ത്യയിലെ കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നമില്ല. അവർ തന്നെ അവിടെ നിന്ന് നമുക്ക് നൽകുന്ന ഉത്തരവെന്ന് പറയുന്നത് അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ചില പ്രദേശങ്ങളിൽ ഇന്ത്യക്കാർക്ക് നേരെ ചെറിയ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരു മിസ്സിംഗ് ആയിട്ടുള്ള ഇന്ത്യക്കാരുടെ വാർത്തകൾ വന്നിട്ടുണ്ട്. അതൊക്കെ മറ്റ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണെന്നാണ് പറയുന്നത്. ഏതായാലും കാനഡ സർക്കാർ അങ്ങനെ ഇത് എടുക്കുന്നില്ല. ആകെ സംഭവിച്ചത് 5.5 ലക്ഷം ഉണ്ടായിരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം ഈ വർഷം മുതൽ 3.25 ലക്ഷം പേരെ അവർ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. അതിനവർ പറയുന്നത് പ്രൈവറ്റ് കോളേജുകൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെ അടക്കമുള്ളവരെ കൊള്ളയടിക്കുന്നു, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. സർ, ഏതായാലും ആകാംക്ഷ അല്ലെങ്കിൽ സങ്കടത്തിന് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. താങ്ക് യു ജെയിംസ് സാർ. ഒരുപാട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.